നോക്കൂ, ഇന്നലെ കണ്ടത് ഒരു പോസ്റ്റർ, ഒരു ബാനർ കീറാൻ വേണ്ടിയിട്ട് ഗവർണർ നേരിട്ടിറങ്ങി തന്റെ ഓഫീസർമാർക്ക്, SP അടക്കമുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കണം. SP ചൂടാവുകയാണ്, കൈ വിരൽ ചൂണ്ടി പറയുന്നു അഴിക്കൂ. ആ SP ഒടുവിൽ ഗവർണറുടെ മുന്നിൽ ആ ബാനർ അഴിക്കേണ്ടി വരുന്നു. പോസ്റ്റർ കണ്ടാൽ അസ്വസ്ഥനാവുന്ന, ബാനർ കണ്ടാൽ അസ്വസ്ഥനാവുന്ന ഗവർണർ. നമ്മുടെ ഗവർണർക്ക് എന്തു പറ്റി? നമ്മുടെ ഗവർണർക്ക് എന്ത് പറ്റി എന്നുള്ളത് വലിയ അന്വേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. സാമാന്യം ധാരണയുള്ള എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം, ഗവർണർ പോസ്റ്റ് തന്നെ വേണ്ടതില്ല എന്ന അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഗവർണർ എന്ന പദവിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നലെ അർദ്ധരാത്രിയിൽ ഞാൻ അരുണിന്റെ പോസ്റ്റ് കണ്ടു. സെക്ഷൻ 1 മുതൽ 10 വരെയുള്ള സ്റ്റാറ്റ്യൂട്ടിന്റെ എല്ലാ വകുപ്പുകളെയും ചൂണ്ടിക്കാണിച്ച് എന്താണ് ഇതിന്റെ അധികാരം എന്ന് ചോദിച്ചു. ഒരു ജനാധിപത്യ ബോധത്തിൽ ഒരു കാരണവശാലും ഒരു ഗവർണർക്ക് പറയാൻ പറ്റുന്ന ഒരു നടപടിയല്ല ഇതിനെ ഏകാധിപത്യം എന്ന് തന്നെയാണ് പറയുക. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്ക് പറ്റും. കാരണം അദ്ദേഹത്തിന്റെ ഒരു ജീവിതക്രമത്തിനിടയിൽ ചാടിപ്പോയതും എത്തിപ്പെട്ടതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പദവികളുടെ എണ്ണം വലുതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അത് പറ്റും, കേരളത്തിലെ ഗവർണർക്ക് അത് പറ്റില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്തു ആകാം, മുണ്ടു അടച്ചുകുത്തി പോസ്റ്റർ അഴിക്കണമെന്നോ ബോർഡ് അഴിക്കണമെന്നോ എന്നൊക്കെ പറയാം. അന്ന് നേരത്തെ ബഹുമാനപ്പെട്ട പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സല്യൂട്ടുകളോടെ കേരളത്തിലെ പോലീസ് ഉണ്ടാകില്ല. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയതുകൊണ്ട് സല്യൂട്ടുകളോടെ സംരക്ഷണത്തോടെ കേരളത്തിന്റെ ഗവൺമെന്റിന് ഭരണഘടന കൊടുക്കുന്ന ഒരു പദവി അലങ്കരിക്കുന്ന ഗവർണറെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഈ പോലീസ് എല്ലാം നിൽക്കും. നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് റിപ്പോർട്ടറിനോട്. അതായത് ഇപ്പൊ നടക്കുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങൾ, ഇതിന് എണ്ണം കുറഞ്ഞതുകൊണ്ട് ജനാധിപത്യ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം കുറഞ്ഞ എണ്ണം വെച്ചും കൂടിയ എണ്ണം വെച്ചും ഒക്കെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ സ്വഭാവം അതായിരിക്കും. 10,000-കണക്കിന് ആൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആയിരക്കണക്കിന് ആളുകൾ സാക്ഷി നിൽക്കുമ്പോൾ, രണ്ടുപേർ കരിങ്കൊടി പ്രകടനവുമായി വരുമ്പോൾ ആ കരിങ്കൊടി പ്രകടനത്തെ അർഹിക്കുന്ന അതിന്റെ ഗൗരവത്തോടു കൂടി കാണുന്നതിന് പകരം കേരളത്തിലെ മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്നിറങ്ങി ഷൂസ് എറിഞ്ഞവൻ ആരടാ ഒന്ന് കാണട്ടെ എന്ന് പ്രഖ്യാപിച്ചാൽ അവന്റെ ഗതി എന്താകും? പോലീസ് മാത്രമാണോ കൈകാര്യം ചെയ്യുക? അവിടെ നിൽക്കുന്ന നാട്ടുകാർ കൈകാര്യം ചെയ്യില്ലേ? മുഖ്യമന്ത്രി വേണ്ട, 4 മന്ത്രിമാരിറങ്ങി നിൽക്കുക. 4 മന്ത്രിമാരിറങ്ങി നിന്ന് ആരടാവൻ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിൽക്കുമോ? ഗവർണർ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങിയപ്പോൾ കുട്ടികൾ ഓടിപ്പോയി, ഞങ്ങൾ അങ്ങനെ 4 പേര് ഇറങ്ങി നിന്നാൽ അവരവിടെ നിൽക്കുമോ? അവർ ഓടുക എന്ന് മാത്രമല്ല പറക്കും. കാരണം അതിനോടുള്ള റിയാക്ഷൻ അങ്ങനെയായി പൊതുസമൂഹത്തിന് മാറും. ആ വിധത്തിൽ ബാലിശമായ നടപടികൾക്ക് പോകരുത്. ഗവർണർക്ക് ഭരണഘടനയിൽ എത്രയോ സ്പേസ് കിടക്കുന്നുണ്ട്. ഭരണഘടനയിൽ ഉള്ള സ്പേസ് അനുസരിച്ച് നല്ലതുപോലെ ജനാധിപത്യ കേരളം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുമുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ബഹുമാനത്തെ കളയാൻ കഴിയും വിധം നടപടികളിലൂടെ മുന്നോട്ട് പോയാൽ പിന്നെ കേരളം ജനാധിപത്യ കേരളം ഈ സർവകലാശാലയിലെ ആംബിയൻസ്, സർവകലാശാലയിലെ അക്കാദമിക് അന്തരീക്ഷം കലാപരഹിതമായി നിർത്തേണ്ട, സമാധാനപൂർണ്ണമായി നിർത്തേണ്ട ഒരു ചാൻസലറാണ് ഇന്നലെ പരസ്യമായ വെല്ലുവിളി ഏറ്റെടുത്ത് ക്യാമ്പസിലെത്തി ക്യാമ്പസിനെ സംഘർഷഭരിതമാക്കിയത്. അരുണെ, കോഴിക്കോട് സർവകലാശാലയുടെ ഈ ക്യാമ്പസിനകത്ത് ഓരോ ഇഞ്ചും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു വർഷക്കാലം ഞാനവിടെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായി പൂർണ്ണമായി നിന്ന് പ്രവർത്തിച്ച ഒരു ക്യാമ്പസാണ് ആ കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ ക്യാമ്പസ്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായി പോയി. അവിടെ ഉള്ള തികഞ്ഞ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ ഇദ്ദേഹത്തിന്റെ വഴികളിലൂടെ കഴിഞ്ഞ 3 ദിവസമായി ഭയവിഹ്വലമായിട്ടുള്ളൊരു സമൂഹമായി മാറുകയാണ്. അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ മുഴുവൻ വലിയ ഭീതിയോടെ ഇരിക്കുകയാണ്. കാരണം ഒരു പോസ്റ്റർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വന്ന വലിയ വാർത്ത വന്നല്ലോ, കറുത്ത ഷർട്ട് ഇട്ട ആൾ നടന്നാൽ മുഖ്യമന്ത്രിയുടെ പോലീസ് പൊന്തിക്കും പിടിക്കും, അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ പ്രതികരണമായിരുന്നു. എൻ്റെ ബലമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഗവർണർ നടത്തുന്ന തികച്ചും ധിക്കാരപരമായിട്ടുള്ള ഈ സമീപനത്തിനെ BJP അനുകൂലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം BJP കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു വെപ്പണായി ഗവർണർ മാറ്റിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന് എന്താണ് ഈ കാര്യത്തിലുള്ള റോള്? BJP കേരളത്തിലെ ഗവൺമെന്റിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന പല കാരണങ്ങളിലൊന്നായി തെരഞ്ഞെടുപ്പിന് മുമ്പായി എങ്ങനെയും ഈ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളൊരു വെപ്പണായി ഗവർണർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നതിനോട് UDFന്റെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ ഞങ്ങൾ നേരത്തെ ചോദിച്ചു നിയമ ഭേദഗതികൾ ഒപ്പിടാത്തതിനെ കുറിച്ചുള്ള UDFന്റെ അഭിപ്രായം. ഇതിപ്പോ അതല്ല. ഇപ്പോ ഒരു ജനാധിപത്യ കേരളത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നടപടിയോട് UDFന്റെ അഭിപ്രായം എന്താ? അവരെന്തുകൊണ്ട് അത് പറയുന്നില്ല? അതിന്റെ അർത്ഥം നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ 57 ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ 59 കൊണ്ടുവന്ന ഒരു വിമോചന സമരത്തിന്, വില കുറഞ്ഞൊരു വിമോചന സമരത്തിന് പുതിയ തിരക്കഥ രചിക്കാൻ, പുതിയ
പുതിയ തിരക്കഥ രചിക്കാൻ കേരളത്തിൽ നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി അസ്വസ്ഥമായ ഒരു ജനാധിപത്യ മനസ്സുണ്ടാക്കാനുള്ള പരിശ്രമം നടക്കുന്നതാണ്. പുതിയ വിമോചന സമരത്തിന്റെ തിരക്കഥയാണ് ഗവർണറും UDF-ഉം ചേർന്ന് എഴുതുന്നത് എന്നതാണ് മിനിസ്റ്റർ കെ രാജൻ പറയുന്നത്. മിനിസ്റ്റർ താങ്ക്സ് അലോട്ട്. അപ്പോൾ രാവിലത്തെ ഒരുമിച്ച് അരുണും ഈ നവകേരള സദസ്സും ഒരുമിച്ച് 30 ദിവസം തികയാണ്. 30 ദിവസം തികയുന്നു. കേരളം മന്ത്രിസഭയെ നേരിട്ട് കണ്ടു തുടങ്ങിയ 30 ദിവസം തുടർച്ചയായി 30 ദിവസം. ഞാൻ പ്രവീണോട് പറഞ്ഞു, എല്ലാ സ്ഥലത്തും പോയാൽ അഴിമുഖത്തോടൊപ്പം ആലപ്പുഴയോടൊപ്പം ഇവിടെ കൊട്ടാരക്കര ഗണപതിയോടൊപ്പം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൂടിയിട്ടുള്ള മാത്രമല്ല നല്ല ഉണ്ണിയപ്പം കിട്ടുന്ന കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കിനി കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പത്തിന്റെ